ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഓമക്കായ ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, സവാള, നാളികേരം. ഓമക്കായ ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുകിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഓപ്ഷണലാണ് കേട്ടോ, അത് വേണ്ടവർക്ക് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഏകദേശം ആകുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്പേരികളെല്ലാം നമുക്ക് വരും വീഡിയോസുകളിൽ ഇടാം. എല്ലാവരും വീഡിയോസ് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓമക്കായ ഇട്ട് കൊടുക്കാം. ഓമക്കായ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കാബേജും ഓമക്കായും തമ്മിൽ ഒരു വ്യത്യാസം ലാസ്റ്റ് കാണുമ്പോൾ നമുക്ക് കാബേജ് ഉപ്പേരിയാണെന്ന് തോന്നും. ഓമക്കായ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഓമക്കായയിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ, അതിൽ തന്നെ നമുക്കൊരു വേകാനുള്ള വെള്ളം ഉണ്ടാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ച് 5 മിനിറ്റെങ്കിലും വേവിക്കാൻ വയ്ക്കുക. ഇനി ഇതിലേക്ക് നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം. നാളികേരം കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഓമക്കായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേബേജ് തോരൻ പോലെ ഉണ്ടാവുമെന്ന്. ഓമക്കായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.